യൂണിറ്റി കപ്പിലെ ഇന്ത്യയുടെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ ജമൈക്കയോട് പരാജയപ്പെട്ടതിനകത്ത് ആർക്കും വലിയ അത്ഭുതമൊന്നുമില്ല. കാരണം ആഫ്രിക്കൻ കരുത്തന്മാരെ പോലെ വലിയ ഫിസിക്കൽ സ്ട്രെങ്ത് ഉള്ള ജമൈക്കൻ ടീമിനോട് പിടിച്ചു നിൽക്കാൻ ഇന്ത്യൻ താരങ്ങൾക്ക് കഴിഞ്ഞില്ല. ഫിസിക്കലി തന്നെ കളിച്ച് അവർ വിജയിച്ചിട്ടുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് ടാക്ടിക്കലി ഇന്ത്യൻ ഫുട്ബോളിന്റെ പരിശീലകനായിട്ടുള്ള ഖാലിദ് ജമീൽ വരുത്തിയ വീഴ്ചകളുടെ എണ്ണം കൂടി പറയാൻ നിന്നാൽ നമുക്ക് സങ്കടം വരും. അത്രമാത്രം മോശം സബ്സ്റ്റിറ്റ്യൂഷൻ ഉൾപ്പെടെ അദ്ദേഹം നടത്തി. മലയാളി താരമായിട്ടുള്ള പി എൻ നൗഫലിനെ അദ്ദേഹം എങ്ങനെ കളത്തിലിറക്കി ദുരുപയോഗം ചെയ്തു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഒരു പ്ലെയറിൻ്റെ ഡെബ്യൂ, അദ്ദേഹത്തിന് ഒരു 20 മിനിറ്റ് കഷ്ടിച്ച് കളത്തിൽ നിൽക്കാൻ പറ്റി, അതിനുശേഷം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എന്തിനാണ് പുള്ളിയെ പിന്നെ ഇറക്കിയത്? പിന്നെ ക്യാപ്റ്റൻ്റെ ആംബാൻഡ് കൊടുത്ത് കളിപ്പിച്ച പഴയ ബ്ലാസ്റ്റേഴ്സ് ബംഗളൂരു മുംബൈ സിറ്റി താരമായിട്ടുള്ള രാഹുൽ ബേക്കയുടെ പ്രകടനം മോശം എന്ന് വെച്ചാൽ വളരെ മോശം. ഇത്രയും ദുരന്തം പെർഫോമൻസ് പുള്ളിയിൽ നിന്നുണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ട് യുവരക്തമായിട്ടുള്ള പരംവീറിനെ അടുത്ത മത്സരത്തിൽ, സിംബാബ്വെക്കെതിരെയാണ് ഇന്ത്യയുടെ അടുത്ത മത്സരം, ആ മത്സരത്തിൽ ഉൾപ്പെടുത്തണമെന്നാണ് പൊതുവെയുള്ള ആരാധകരുടെ ഭാഗത്തു നിന്നുള്ള അഭിപ്രായം. പിന്നെ ഇന്നലത്തെ മത്സരത്തിൽ ഫറൂഖിനെ എന്തിനാണ് കളത്തിൽ ഇറക്കിയത്? ഇറക്കി ഷബോങ്ങിനെ പോലെയുള്ള താരങ്ങൾ ഉള്ളപ്പം ഫറൂഖിനെ സ്റ്റാർട്ട് ചെയ്യിച്ചതിന്റെ കാരണവും ഖാലിദ് ജമീലിന് നേരെ വരുന്ന പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. നിഖിൽ പൂജാരിയെ മാറ്റിയിട്ട് അദ്ദേഹത്തിന് ചെറിയ ഇഞ്ചുറി കൺസേൺസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിഖിൽ ബർല ആ ഒരു പൊസിഷനിലേക്ക് വരണം എന്ന തരത്തിലുള്ള ആവശ്യം ഫുട്ടി ഇന്ത്യ പോലെയുള്ള വെബ്സൈറ്റുകൾ ഉയർത്തി കഴിഞ്ഞു. അതുകൂടാതെ ഫറൂഖ് ചൗധരിയെ പുറത്താക്കിയിട്ട് റിക്കി ഷബോങ്ങിനെ ആദ്യ 11ലേക്ക് കൊണ്ടുവരണം എന്നുള്ളത് അനിവാര്യത തന്നെയാണ്. പിന്നെ റോഷനെ കഴിഞ്ഞ മത്സരത്തിൽ ഖാലിദ് എങ്ങനെയാണ് ഉപയോഗിച്ചത് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ട് ഒരറിവുമില്ല. അദ്ദേഹം ഇൻ ദ ഗെയിം ട്രാൻസിഷൻ നടത്തി അത് അട്ടർ ഫ്ലോപ്പായി പോയി എന്നുള്ളതാണ്. ഡിഫൻസീവ് യൂണിറ്റിന്റെ കാര്യത്തിൽ മത്സരത്തിനിടയിൽ വെച്ച് നടത്തുന്ന ചില അഴിച്ചുപണികൾ ടീമിന്റെ സ്ഥിരതയെ തന്നെ കുളവാക്കി. മലയാളി താരമായിട്ടുള്ള മുഹമ്മദ് സനാൻ വന്ന ശേഷം അത്യാവശ്യം മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. അപ്പം പുള്ളി ആദ്യ 11ലേക്ക് കൊണ്ടുവരണം എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഉയരുന്നുണ്ട്. റയാൻ വില്യംസ് അദ്ദേഹം ഇഞ്ചുറി കൺസേൺ മൂലം പുറത്തായിരിക്കുന്ന വിവരം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും. അതിന്റെ ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. പകരം ആ സ്ഥാനത്തേക്ക് നമുക്ക് വേറെ ഓപ്ഷനുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് റഹീം അലിയെ പരീക്ഷിക്കാനാണ് സാധ്യത. പിന്നെ വിക്രം പ്രതാപ് സിംഗിനെ പോലെയുള്ള താരങ്ങളെ, ഇഷാൻ പണ്ഡിതെ പോലെയുള്ള താരങ്ങളെ, ഗുർകീരത് സിംഗിനെ പോലെയുള്ള താരങ്ങളെ, കിയാൻ നസീരിയെ അത് പിന്നെ മോഹൻ ബഗാൻ പിടിച്ചു വെക്കും, അതുപോട്ടെ. ഇന്ത്യ സുഹൈൽ അഹമ്മദ് ഭട്ട്, ആ പുള്ളിയായിരുന്നു നമുക്ക് ആ ഒരു പൊസിഷനിൽ കളിക്കേണ്ടത്. പക്ഷേ മോഹൻ ബഗാൻ വിടാതെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. ഇന്ത്യൻ ഫുട്ബോളിന്റെ നാശത്തിന് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ കാരണമാണ്. നമ്മൾ ഏറെ വാഴ്ത്തിപ്പാടിയ ഖാലിദ് ജമീലിന്റെ വികലമായിട്ടുള്ള നയങ്ങളും ഇപ്പം തകർച്ചയ്ക്ക് കാരണമാവുന്നുണ്ട്, പരാജയങ്ങൾക്ക് കാരണമാവുന്നുണ്ട്. പിന്നെ മോഹൻ ബഗാനെ പോലെ എന്തിനാണ് ഇമാതിരി വൃത്തികേട് കാണിക്കുന്നതെന്ന് അറിയാത്ത ചില ക്ലബ്ബുകളുടെ പ്രവൃത്തി. മൊത്തത്തിൽ നോക്കുമ്പോൾ ഇന്ത്യൻ ഫുട്ബോളിന്റെ അവസ്ഥ നമ്മൾ ഉദ്ദേശിക്കുന്ന അത്ര നല്ലതല്ല, പരിതാപകരം തന്നെയാണ്.